പ്രവാസി വോട്ടർമാരിൽ കണ്ണും നട്ട് വടകരയിലെ സ്ഥാനാർത്ഥികൾ. ഖത്തറിലും ഷാർജയിലും സന്ദർശനം നടത്തി പ്രവാസി വോട്ടർമാരെ നേരിട്ട് കണ്ടതിന്റെ ആത്മവിശ്വാസത്തിലാണ് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. വിദേശത്ത് പോയില്ലെങ്കിലും പ്രവാസികൾ കൂടെയുണ്ടെന്നാണ് KK ശൈലജയുടെ പക്ഷം. കേന്ദ്ര പദ്ധതികൾ പ്രവാസികളിലൂടെ വോട്ടാകുമെന്ന് NDA സ്ഥാനാർത്ഥിയും കണക്കുകൂട്ടുന്നു. കടൽ കടന്നെത്തുന്ന പ്രവാസി വോട്ടുകൾ വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിർണായകമാണ്. 7 നിയമസഭാ മണ്ഡലങ്ങളിലായി 1 ലക്ഷം പ്രവാസി വോട്ടുകളാണ് മണ്ഡലത്തിലുള്ളത്. ഇതിൽ കൂടുതൽ നാദാപുരം, കുറ്റ്യാടി, വടകര, കൂത്തുപറമ്പ് മണ്ഡലങ്ങളിലാണ്. ഖത്തറിലും ഷാർജയിലും സന്ദർശനം നടത്തി പ്രവാസി വോട്ടർമാരെ നേരിട്ട് കണ്ടതിന്റെ ആത്മവിശ്വാസത്തിലാണ് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. അവർക്ക് ശേഷിയുള്ളത്, അവരുടെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കാത്തവർ നാട്ടിലേക്ക് തിരിച്ചു വരണമെന്നും ഇപ്പോൾ വെക്കേഷൻ പ്ലാൻ ചെയ്തവർ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ടേക്ക് ഇത് അത്രയും പ്രധാനപ്പെട്ട, അതിപ്പോൾ എൻ്റെ വോട്ടും തെരഞ്ഞെടുപ്പ് മാത്രമല്ല, രാജ്യം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവരുടെ ഇവിടുത്തെ ആൾക്കാരുടെ ഒരു പൊളിറ്റിക്കൽ സെൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ ഏറ്റവും പൊളിറ്റിക്കലി അലേർട്ടായിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് വടകര. അപ്പോൾ അത് റിക്വസ്റ്റ് ചെയ്ത് അവർക്ക് വലിയ ബാധ്യതയാവില്ലെങ്കിൽ അവരൊന്ന് വരണം എന്നുള്ള റിക്വസ്റ്റ് അവരുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിൽ എത്തിയതു മുതൽ പ്രവാസികളുടെ പിന്തുണ തനിക്കുണ്ടെന്ന് KK ശൈലജ. പ്രവാസികളായിട്ടുള്ള എല്ലാവരും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. അവർ വരാൻ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അവിടെ പോയിട്ട് അവരെ വിളിക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ ഇടയിൽ അവിടെ പോയിട്ട് അവരെ വിളിക്കേണ്ട കാര്യമില്ല. അവരെല്ലാം തയ്യാറെടുത്തു. പിന്നെ ചിലർ കൺവെൻഷനൊക്കെ വിളിച്ചപ്പോൾ എന്നോട് എൻ്റെ ഒരു വീഡിയോ എടുത്ത് അയക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ വീഡിയോയിൽ അവരോട് വോട്ട് അഭ്യർത്ഥിക്കുന്ന കാര്യങ്ങൾ അയച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനെ പ്രവാസികൾ മറക്കില്ലെന്നാണ് NDA സ്ഥാനാർത്ഥിയുടെ കണക്കുകൂട്ടൽ. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നല്ല ജനാധിപത്യ ബോധമുള്ളവരാണ്. അവർ വോട്ട് ചെയ്യും. അത് രാജ്യം മുന്നേറുന്നതൊക്കെ ആഗ്രഹിക്കുന്നവരാണ്, മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ആ വോട്ട് NDAക്ക് അനുകൂലമായിട്ട് തന്നെ വരുമെന്നാണ് വിശ്വസിക്കുന്നത്. കണക്കുകൂട്ടലുകൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പരമാവധി പ്രവാസികളെ പോളിംഗ് ബൂത്തിലെത്തിക്കാനുള്ള തന്ത്രങ്ങൾ തേടുകയാണ് പാർട്ടി ക്യാമ്പുകൾ. 24 കോഴിക്കോട്.